ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്നൊരു ക്യാമ്പ് ഡ്യൂട്ടി ഉണ്ട്. നമുക്ക് ഭയങ്കര മടിയായിരുന്നു എനിക്ക്. സത്യം പറഞ്ഞാൽ നമ്മളിന്ന് കളർ ഡ്രസ്സ് ഇടാന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തെല്ലാം സെറ്റാക്കിയായിരുന്നു. നൈറ്റാണ് ഗൈസ് അറിയുന്ന യൂണിഫോമാണ്. അപ്പം നമുക്ക് ക്യാമ്പിന് പോയിട്ട് കാണാം. ബസ് സ്റ്റോപ്പിൽ നമുക്ക് കുറച്ച് നേരം പോസ്റ്റ് കിട്ടി ഗൈസ്. നമ്മളെ ടൈം എണ്ണി നിൽക്കുക. അങ്ങനെ നമുക്ക് ബസ്സും കിട്ടി, ബസ്സിൽ സീറ്റ് കിട്ടി ഗൈസ്. അങ്ങനെ ഒരാളെയും കൂടി കിട്ടിയിരിക്കുകയാണ്. ശീലനെ കാണുന്നില്ല. അങ്ങനെ നമ്മൾ ക്യാമ്പ് നടക്കുന്ന സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അമൃത നഗറിലുള്ള ഈ ഒരു ലൈബ്രറിയിലായിരുന്നു ക്യാമ്പ് കണ്ടക്ട് ചെയ്തിരുന്നത്. ഇതൊരു ലൈബ്രറി ആട്ടോ, കണ്ടോ. പിന്നെ പേഷ്യൻസ് വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മുടെ പേഷ്യൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ക്യാമ്പൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിനി ഫുഡിനുള്ള വെയിറ്റിംഗ്. നല്ല വെയിൽ കേട്ടോ അല്ലേ ഗൈസ്? അങ്ങനെ നമ്മുടെ ക്യാമ്പൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ്. നമ്മളങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. പിന്നെ നമ്മൾ നേരെ രാമചന്ദ്രനിൽ പോയി കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി. നല്ല ചെയ്യലുണ്ടാണല്ലേ തോന്നി എനിക്ക്. അപ്പോൾ ഞാൻ ഈ ഒരു സ്കേർട്ട് വാങ്ങി കേട്ടോ. ഇറങ്ങുകയാണ്. അപ്പം നമ്മളിവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടാ. തിരിച്ച് വീട്ടിൽ പോകാം. ബസ്സിലിരുന്ന് പാട്ട് കേൾക്കാൻ ഹെഡ്സെറ്റ് എടുക്കാൻ മറന്നു ഗൈസ്. അങ്ങനെ ഷിപ്പുവിൻ്റെ ഹെഡ്സെറ്റ് അവൾ എനിക്ക് കൂടി ഷെയർ ചെയ്തു തന്നു. അപ്പോൾ ഗൈസ് ക്യാമ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് നടന്ന് ഇങ്ങോട്ട് വരിക. രാമചന്ദ്രനിലൊക്കെ പോയി. പിന്നെ തെണ്ടി തിരിഞ്ഞ്. പിന്നെയെന്ന് വെച്ചാൽ ഗൈസ് ഇപ്പം ഇന്ന് കുറച്ച് കുക്കിംഗ് പരിപാടി കൂടി ചെയ്യണമെന്നാണ് വിചാരിച്ചത് കേട്ടാ. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ കുക്ക് ചെയ്യണമെന്ന് നടക്കത്തില്ല. കാരണം ഇത്രയും സമയമായി. പിന്നെ വി ആർ സോ ടയർഡ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ചെറിയൊരു വ്ളോഗൊക്കെ. ബൈ.